ദൂരെ വടക്ക് ആകാശം മുട്ടുന്ന ഇല്ലിമലയ്ക്കപ്പുറം ഭൂപടങ്ങൾക്കറിയാത്ത ഒരു ലോകം. ഇല്ലിമലക്കാടിന്റെ നിഴൽ പോലെ ശാപം പതിഞ്ഞ മണ്ണ് കാഞ്ഞിരങ്ങാട്. അവിടെ പ്രാണൻ കൊടുത്തും അധികാരവും ആചാരങ്ങളും നിലനിർത്തണമെന്ന് ചൊല്ലിപ്പഠിച്ച ഒരു കൂട്ടം മനുഷ്യർ. മനുഷ്യന്റെ ദുരാചാരങ്ങളും ദുരാഗ്രഹങ്ങളും കൊണ്ട് ശാപം പേറിയ ഒരു നാടിന്റെ കഥയാണ് മുത്തശ്ശി പറയാൻ പോകുന്നത്. അമ്മമ്മേ, അപ്പോ മണിയന്റെ കഥയോ? ഓന്റെ കഥയൊന്നും രാത്രി പറയാൻ കൊള്ളൂല മോളെ. ഈ കാടും മലയും വെള്ളച്ചാട്ടവും ഒക്കെ കടന്ന് ചൊക്കം പോകുന്നതേ ഇല്ലിമലച്ചാത്തനെ കാണാനാണ്. ഇല്ലിമലച്ചാത്തനോ? അതെ, മലമുകളിൽ ചാത്തന്റെ ഗുഹയിൽ പോയവരാരും തിരിച്ചു വന്നിട്ടില്ലെന്നാ പറയാറ്. ചാത്തന്റെ ചങ്ങാതിയായിരുന്നു ചൊക്കൻ. ചാത്തൻ ഇഷ്ടപ്പെട്ട ഭക്ഷണവുമായി അവിടേക്ക് വരാൻ അവന് മാത്രമേ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതേ രാത്രിയാണ് കാഞ്ഞിരങ്ങാട്ട് തറവാട്ടില് മറ്റൊരു കാര്യം നടന്നത്. ചൊക്കന്റെ മരണം ഇല്ലിമലച്ചാത്തന്റെ കോപത്തിന് കാരണമായി. പിന്നീട് ഒരിക്കലും കാഞ്ഞിരങ്ങാട്ട് ജനങ്ങളുടെ വിധി പഴയതുപോലെ ആയില്ല. ഇല്ലിമലച്ചാത്തന്റെ ശാപം കാഞ്ഞിരങ്ങാട്ട ജനങ്ങളെ വിടാതെ വേട്ടയാടാൻ തുടങ്ങി. ഗ്രാമം അതിന്റെ കൊഴിഞ്ഞുപോയ സൗഭാഗ്യങ്ങളെ ഓർത്ത് നെടുവീർപ്പിട്ടു. വിധേയത്തെ ആരും ഉപദേശിക്കണ്ട, നമുക്ക് പരിഹാരം വേണ്ടത്. അതിശക്തരായ പല മന്ത്രവാദികൾ വന്ന് ശ്രമിച്ചിട്ടും ചാത്തനെ തളയ്ക്കാൻ സാധിച്ചില്ല. ഒടുവിൽ മനക്കിലെ അവസാനത്തെ സന്തതിയായ കൊടുമൻ പോറ്റി ചാത്തനെ തളയ്ക്കാനെത്തി. നമ്മളെ തറവാട്ടിലെ കാരണവരെ കുറിച്ച് ആ പറഞ്ഞേ. ചാത്തൻ പോറ്റിയുടെ ആത്മാവിനെ വലിച്ചെടുത്ത് കൊന്നു. ചിലപ്പോ വായിച്ചെടുത്തതും ആവാം. അങ്ങനെയും കഥകളുണ്ട്. വർഷങ്ങൾ കുറേ കടന്നുപോയി. എന്നാൽ ഇവരുടെ ശക്തിയെപ്പറ്റി അറിഞ്ഞ മനുഷ്യരാവട്ടെ ഇവരെ ആരാധിക്കാൻ തുടങ്ങി. അത് വലിയൊരു നാശത്തിന്റെ തുടക്കമായിരുന്നു. സൂര്യൻ പൊട്ടി താഴെ വീണാലും വെള്ളിയറാവാത്തൊരു കഥയാവും. കാലം എന്തൊരരസികന. വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താവുമ്പോ പൈടളി തന്നെയാ നല്ലത്. മലമുകളിൽ ചാത്തന്റെ ഗുഹയിൽ പോയവരാരും തിരിച്ചു വന്നിട്ടില്ലെന്നാ പറയാറ്. പക്ഷേ അതേ രാത്രിയാണ് മറ്റൊരു കാര്യം നടന്നത്. അവൾ അറിയാതെ ഇല്ലിമലക്കാടും പുഴയും കാഞ്ഞിരങ്ങാട്ടെ മണ്ണും നൂറ്റാണ്ടുകളായി കാത്തിരുന്നു. അങ്ങനെ ദേവന്മാരുടെയും അസുരന്മാരുടെയും ശാപങ്ങളുടെയും മന്ത്രങ്ങളുടെയും ലോകം അവളുടെ കൂടി ലോകമായി മാറി. വർഷങ്ങൾ കുറേ കടന്നുപോയി. അതാരാ പുറത്ത് വേറൊരുത്ത മൂപ്പര് പോലെ. കാലം എന്തൊരരസികന. എന്താ വയ്യ സാറേ? എത്ര നാളായി ഇതുപോലൊരു കഥ വായിച്ചിട്ട് ദാസർ? നടക്കട്ടെ ചില കഥകൾ അങ്ങനെയാ. വായന തുടങ്ങിയ
നിർത്ത്